ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നൽമൊഴികളിലേക്ക് ഏവർക്കും സ്വാഗതം. അല്പസമയത്തെ നമ്മുടെ ഒരുമിച്ചുള്ള ധ്യാനത്തിനായിട്ട് യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം 21 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. യിരെമ്യാവ് 7-ാം അധ്യായം 21 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ. ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: നിങ്ങൾ ഹനനയാഗങ്ങളോട് ഹോമയാഗങ്ങളും കൂട്ടി മാംസം തിന്നുവീൻ. ഞാൻ നിങ്ങളുടെ പിതാക്കന്മാരെ മിസ്രയീം ദേശത്തു നിന്ന് കൊണ്ടുവന്ന നാളിൽ ഹോമയാഗങ്ങളെക്കുറിച്ചാകട്ടെ ഹനനയാഗങ്ങളെക്കുറിച്ചാകട്ടെ അവരോട് സംസാരിക്കുകയോ കൽപ്പിക്കുകയോ ചെയ്തിട്ടില്ല. എൻ്റെ വാക്ക് കേട്ടനുസരിപ്പീൻ. എന്നാൽ ഞാൻ നിങ്ങൾക്ക് ദൈവമായും നിങ്ങൾ എനിക്ക് ജനമായും ഇരിക്കും. നിങ്ങൾക്ക് നന്നായിരിക്കേണ്ടതിന് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ള വഴികളിലൊക്കെയും നടപ്പീൻ എന്നീ കാര്യമത്രേ ഞാൻ അവരോട് കൽപ്പിച്ചത്. എന്നാൽ അവർ അനുസരിക്കുകയോ ശ്രദ്ധിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ ദുഷ്ടഹൃദയത്തിൻ്റെ ആലോചനയിലും ദുശ്ശാഠ്യത്തിലും നടന്ന് മുമ്പോട്ടല്ല പുറകോട്ട് തന്നെ പോയിക്കളഞ്ഞു. നിങ്ങളുടെ പിതാക്കന്മാർ മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെട്ട നാൾ മുതൽ ഇന്നുവരെയും ഞാൻ അതികാലത്തും ഇടവിടാതെയും പ്രവാചകന്മാരായ എൻ്റെ സകല ദാസന്മാരെയും നിങ്ങളുടെ അടുക്കൽ പറഞ്ഞയച്ചു വന്നു. എന്നിട്ടും എന്നെ കേട്ടനുസരിക്കുകയോ ശ്രദ്ധിക്കുകയോ ചെയ്യാതെ അവർ ദുശ്ശാഠ്യം കാട്ടി തങ്ങളുടെ പിതാക്കന്മാരെക്കാൾ അധികം ദോഷം ചെയ്തു. ഈ വചനങ്ങളെയൊക്കെയും നീ അവരോട് പറയുമ്പോൾ അവർ നിനക്ക് ചെവി തരികയില്ല. നീ അവരെ വിളിക്കുമ്പോൾ അവർ ഉത്തരം പറയുകയില്ല. എന്നാൽ നീ അവരോട് പറയേണ്ടത്: തങ്ങളുടെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ടനുസരിക്കുകയോ ഉപദേശം കൈക്കൊള്ളുകയോ ചെയ്യാത്ത ജാതിയാകുന്നു ഇത്. വിശ്വസ്തത നശിച്ച് അവരുടെ വായിൽ നിന്ന് നിർമൂലമായിരിക്കുന്നു. നിന്റെ തലമുടി കത്രിച്ച് എറിഞ്ഞുകളക. മൊട്ടക്കുന്നിന്മേൽ കയറി വിലാപം കഴിക്കാം. യഹോവ തൻ്റെ ക്രോധത്തിൻ്റെ സന്തതിയെ ഉപേക്ഷിച്ച് തള്ളിക്കളഞ്ഞിരിക്കുന്നു. യഹൂദയെക്കുറിച്ചാണ് ദൈവം യിരെമ്യാ പ്രവാചകൻ മുഖാന്തരം സംസാരിച്ചത്. 21-ാം വാക്യം: നിങ്ങൾ ഹനനയാഗങ്ങളോട് ഹോമയാഗങ്ങളും കൂട്ടി മാംസം തിന്നുവീൻ. ഒരു പരിഹാസത്തിൻ്റെ അഥവാ ഭത്സനയുടെ സ്വരത്തിലാണ് ദൈവം ഇത് പറയുന്നത് എന്ന് കാണുവാൻ സാധിക്കും. ഞാനിതൊന്നുമല്ല കൽപ്പിച്ചത് എന്നും ദൈവം പറയുന്നു. എന്താണ് ഇതിൻ്റെ അർത്ഥം? ശരിക്കും ദൈവം പറയുന്നത് യാഗങ്ങളെക്കാൾ പ്രധാനമായ മൂല്യം നിങ്ങൾ മറന്ന് ജീവിക്കുന്നു എന്നാണ്. നമുക്കറിയാം, ദൈവവുമായി നിരപ്പ് പ്രാപിക്കുവാൻ ശുദ്ധീകരണ നിയമങ്ങൾ അനുസരിച്ചും പാപപരിഹാരത്തിനായിട്ടും ഒരുപാട് യാഗങ്ങൾ പഴയ നിയമത്തിൽ പ്രത്യേകിച്ചും ലേവ്യ പുസ്തകത്തിൽ നാം കാണുന്നുണ്ട്. ഇവിടെ ദൈവം പറയുന്നത് യാഗങ്ങളെക്കാൾ പ്രധാനമായ ഒന്നുണ്ട്. 23-ാം വാക്യത്തിൽ നാം കാണുന്നു: എൻ്റെ വാക്ക് കേട്ടനുസരിപ്പീൻ, എന്നാൽ ഞാൻ നിങ്ങൾക്ക് ദൈവമായും നിങ്ങൾ ജനമായും ഇരിക്കും. ദൈവവചനം കൃത്യമായി ആവർത്തിച്ച് നമ്മെ ഓർപ്പിക്കുന്ന കാര്യമാണ് ഇത്. ദൈവത്തിൻ്റെ വ്യവസ്ഥയാണ് അനുസരണം. 1 ശമൂവേൽ 15-22 വാക്യത്തിൽ ഇപ്രകാരം കാണുന്നു. 1 ശമൂവേൽ 15-22. ശമൂവേൽ പറഞ്ഞത്: യഹോവയുടെ കൽപ്പന അനുസരിക്കുന്നതുപോലെ ഹോമയാഗങ്ങളും ഹനനയാഗങ്ങളും യഹോവയ്ക്ക് പ്രസാദമാകുമോ? ഇതാ, അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. ദൈവം പറയുന്നത് ഇതാണ് ഞാൻ നിങ്ങളുടെ പിതാക്കന്മാരോട് കൽപ്പിച്ചത്. ഇതാണ് നിത്യനിയമമായി ആചരിക്കേണ്ടത്. എൻ്റെ വചനം കേൾക്കുക, അനുസരിക്കുക. എന്നാൽ അവർ ദൈവത്തിൻ്റെ വചനത്തെ അനുസരിച്ചില്ല, ശ്രദ്ധിച്ചില്ല. അവർ ദുഷ്ടഹൃദയത്തിൻ്റെ ആലോചനയിലും ദുശ്ശാഠ്യത്തിലും നടന്ന് മുമ്പോട്ടല്ല പുറകോട്ട് പോയിക്കളഞ്ഞു എന്നും നാം വായിക്കുന്നു. ദൈവത്തിൻ്റെ പക്ഷത്ത് നിന്ന് തിരിഞ്ഞു നടന്നു, ദൈവത്തിന് എതിരായി പ്രവർത്തിച്ചു, പുറം തിരിഞ്ഞ് നടന്നു എന്നതിൻ്റെ അർത്ഥം അതാണ്. മാത്രമല്ല 26-ാം വാക്യത്തിൽ പിതാക്കന്മാരെക്കാൾ നിങ്ങൾ ദോഷം ചെയ്തു എന്നും നാം വായിക്കുന്നു. എങ്കിലും ദൈവം യഹൂദയ്ക്ക് വീണ്ടും വീണ്ടും അവസരം കൊടുക്കുന്നു. യഹൂദയുടെ ദുശ്ശാഠ്യം വളരെ ഭയങ്കരമെങ്കിലും
ദൈവം അവർക്ക് ദൈവത്തിലേക്ക് മടങ്ങി വരുവാൻ അവസരം നൽകി കൊടുക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. പ്രവാചകന്മാർ മുഖാന്തരം മുന്നറിയിപ്പുകൾ നൽകി കൊടുക്കുന്നു. 27-ാം വാക്യത്തിൽ ദൈവം പറയുന്നു, അവർ നിനക്ക് ചെവി തരികയില്ല, ഉത്തരം പറയുകയില്ല. വളരെ നന്നായിട്ട് ദൈവത്തിന് അറിയാം അവരുടെ ദുശ്ശാഠ്യം എത്രത്തോളം എന്ന്. എന്നാലും അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കുവാൻ ദൈവം യിരെമ്യാ പ്രവാചകനോട് ആവശ്യപ്പെടുന്നു. അവരുടെ ദുശ്ശാഠ്യത്തെയും ദുഷ്ടഹൃദയത്തെയും ഉള്ളതുപോലെ അവരെ അറിയിക്കുവാൻ ദൈവം ആവശ്യപ്പെടുന്നു. നാം വളരെ ശ്രദ്ധയോടെ ഓർക്കേണ്ട ഒരു കാര്യം, യഹൂദ ഒരിക്കൽ ദൈവത്തിൻ്റെ ജനമായിരുന്നു എന്നതാണ്. ദൈവത്തിനു വേണ്ടി വേർതിരിക്കപ്പെട്ട ജനം. എന്നാൽ ഇപ്പോൾ അവരുടെ അവസ്ഥയിൽ നിന്ന്, ദൈവത്തിൻ്റെ ജനം എന്ന പദവിയിൽ നിന്ന് അവരെ തള്ളിക്കളയുന്നു എന്ന് ദൈവം കൽപ്പിക്കുന്നു. 29-ാം വാക്യത്തിൽ നിന്റെ തലമുടി കത്രിച്ച് എറിഞ്ഞു കളക, മൊട്ടകുന്നിന്മേൽ കയറി വിലാപം കഴിക്കുക എന്ന് നാം വായിക്കുന്നു. ദൈവത്തിനു വേണ്ടി വേർതിരിക്കപ്പെട്ട ആളുകളുടെ മുടി മുറിക്കുകയില്ല എന്ന് നമുക്കറിയാം. ശമൂവേലിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നു. 1 ശമൂവേൽ 1-ാം അധ്യായം 11-ാം വാക്യത്തിൽ നാം കാണുന്നു. ശിംശോനെക്കുറിച്ച് നാം ന്യായാധിപന്മാരുടെ പുസ്തകം 13-ാം അധ്യായം 5-ാം വാക്യത്തിൽ നാം കാണുന്നു. മോശയോട് ദൈവം സംഖ്യാപുസ്തകത്തിൽ ഒരു പ്രത്യേക വ്രതത്തെക്കുറിച്ച് പറയുന്നുണ്ട്. സംഖ്യാപുസ്തകം 6-ാം അധ്യായം 5-ാം വാക്യം നമുക്ക് വായിക്കാം. സംഖ്യാപുസ്തകം 6-ാം അധ്യായം 5-ാം വാക്യം. നാസീർ വ്രതക്കാലത്തൊക്കെയും ക്ഷൗരക്കത്തി അവൻ്റെ തലയിൽ തൊടരുത്. യഹോവയ്ക്ക് തന്നെത്താൻ സമർപ്പിച്ചിരിക്കുന്ന കാലം തികയുവോളം അവൻ വിശുദ്ധനായിരിക്കണം, മുടി വളർത്തണം. യഹൂദ ഒരു കാലത്ത് യഹോവയ്ക്ക് വിശുദ്ധമായിരുന്നു. എന്നാൽ തുടർച്ചയായ മറുതലിപ്പും ദുശ്ശാഠ്യവും നിമിത്തം യഹോവ തൻ്റെ ക്രോധത്തിൻ്റെ സന്തതിയെ ഉപേക്ഷിച്ച് തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്ന് യിരെമ്യാ പ്രവാചകൻ മുഖാന്തരം ദൈവം അരുളി ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, തുടർച്ചയായി നാം ദൈവവചനം നിരസിക്കുന്നവരായി ദുശ്ശാഠ്യമുള്ളവരാകുന്നു എങ്കിൽ ദൈവം നമ്മെ തള്ളിക്കളയും എന്നതിന് യാതൊരു സംശയവും വേണ്ട. ഇന്ന് ദൈവം തന്നിരിക്കുന്ന അവസരം ദൈവത്തിലേക്ക് മടങ്ങി വരുവാൻ നമുക്ക് വിനിയോഗിക്കാം.